എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ഇടം നേടിയതും പ്രകൃതി രമണീയവുമായ കേരളത്തിലെ കാപ്പാട് ബീച്ചിലേക്കാണ്. കാപ്പാട് വെറുമൊരു മനോഹരമായ കടൽത്തീരം മാത്രമല്ല, ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു സുപ്രധാന സ്ഥലമാണ്. 1498 പോർച്ചുഗീസ് പര്യവേക്ഷകനായ വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിൽ കാലുകുത്തിയത് ഈ തീരത്താണെന്ന് പറയപ്പെടുന്നു. ഇത് ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരത്തിന്റെയും ഇടപെടലുകളുടെയും ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ഈ ചരിത്രപരമായ ലാൻഡിങ്ങിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശിലാസ്മാരകം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എന്നാൽ ചരിത്രം മാത്രമല്ല കാപ്പാടിന് പറയാനുള്ളത്. മൃദുവായ സ്വർണ്ണനിറമുള്ള മണൽ അനന്തമായി പരന്നു കിടക്കുന്ന ഈ ബീച്ച് അതിമനോഹരമാണ്. ഇവിടുത്തെ കടൽ വളരെ ആകർഷകവും ശാന്തവുമാണ്. അതുകൊണ്ട് തന്നെ തീരത്ത് നടക്കാനും കുളിക്കാനും വിശ്രമിക്കാനും അനുയോജ്യമാണ്. പരമ്പരാഗത ബോട്ടുകളിൽ മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ കഴിയും. ഇത് തീരദേശ ദൃശ്യങ്ങൾക്ക് ഭംഗി നൽകുന്നു. ഇവിടുത്തെ അന്തരീക്ഷം ശാന്തവും സമാധാനപരവുമാണ്. നഗര ജീവിതത്തിന്റെ തിരക്കിൽ നിന്നും ബഹളത്തിൽ നിന്നും അല്പസമയം മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർത്തും അനുയോജ്യമായ ഒരിടമാണിത്. കടലിലേക്ക് തള്ളി നിൽക്കുന്ന പാറകൾ തീരപ്രദേശത്തിന് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെ നൽകുന്നു, പ്രത്യേകിച്ചും സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും. കാപ്പാട് ബീച്ചിലെ സൂര്യാസ്തമയം നിങ്ങൾ തീർച്ചയായും നഷ്ടപ്പെടുത്തരുത്. മണലിനും കടലിനും മുകളിൽ വർണ്ണങ്ങൾ വാരി വിതറുന്ന അതിശയകരവും അവിസ്മരണീയവുമായ ഒരു അനുഭവമാണ് ഇവിടുത്തെ സൂര്യാസ്തമയം. കാപ്പാട്ടേക്ക് എത്തുന്നത് താരതമ്യേന എളുപ്പമാണ്. ഇത് കേരളത്തിലെ കോഴിക്കോട് സിറ്റിക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ടാക്സി വാടകയ്ക്കെടുത്തോ അല്ലെങ്കിൽ ഒരു പ്രാദേശിക ബസ്സിലോ പോകാം. സന്ദർശിക്കാൻ ഏറ്റവും നല്ല സമയം സാധാരണയായി ശൈത്യകാല മാസങ്ങളിലാണ്, അതായത് ഒക്ടോബർ മുതൽ മാർച്ച് വരെ. കാലാവസ്ഥ പ്രസന്നവും വരണ്ടതുമായിരിക്കും. അതിനാൽ നിങ്ങൾ ഒരു ചരിത്രപ്രേമിയോ പ്രകൃതി സ്നേഹിയോ അല്ലെങ്കിൽ ശാന്തമായ ഒരു ബീച്ച് അവധിക്കാലം തേടുന്ന ഒരാളോ ആകട്ടെ, കാപ്പാട് ബീച്ചിന് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാൻ സവിശേഷമായ എന്തൊക്കെയോ ഉണ്ട്. ചരിത്രവും പ്രകൃതി സൗന്ദര്യവും ഇഴചേർന്ന് യഥാർത്ഥത്തിൽ അതുല്യവും അവിസ്മരണീയവുമായ അനുഭവം സൃഷ്ടിക്കുന്ന ഒരിടമാണിത്. നിങ്ങൾ എപ്പോഴെങ്കിലും കാപ്പാട് ബീച്ചിൽ പോയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.